നാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് ആ വിദ്യാലയത്തിന്റെ പഠന നിലവാരം എത്രത്തോളമുണ്ട്. അധ്യാപകർ വിദ്യാർത്ഥികളെ സദാ ശ്രദ്ധിക്കാറുണ്ടോ? പഠന നിലവാരമുണ്ടോ? സ്ഥാപനത്തിൽ അച്ചടക്കമുണ്ടോ? സ്ഥാപനത്തിന്റെ റാങ്ക് എത്രയാണ്? വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഉപയുക്തമാകുന്ന നിയമങ്ങൾ തന്നെയാണോ അവിടെയുള്ളത്? കുട്ടികൾ ഒരു നേരം ക്ലാസ്സിൽ ഹാജരായില്ലെങ്കിൽ അധ്യാപകർ ചോദ്യം ചെയ്യുമോ? കുട്ടികളുടെ പഠന നിലവാരം അധ്യാപകർ സദാ ശ്രദ്ധിക്കാറുണ്ടോ? നല്ല മാതൃകാപരമായ രീതിയിൽ ക്ലാസ് നടക്കാറുണ്ടോ? നല്ല മികച്ച നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളും ഒക്കെയുള്ള വിദ്യാലയമാണോ? അതോ കുട്ടികളെ ചുമ്മാ എവിടെയും കറങ്ങി നടക്കാൻ വിടുന്ന കന്നുകാലികളെ പോലെ തെണ്ടാൻ വിടുന്ന വിദ്യാലയമാണോ എന്നിങ്ങനെ പലതും നോക്കും. അങ്ങനെ ഏറ്റവും നല്ല ചിട്ടയും വ്യവസ്ഥയും നിയമങ്ങളും ഒക്കെയുള്ള വിദ്യാലയമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുക. എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ മതം, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി. പേരെന്ത് വിളിച്ചാലും സത്യത്തിൽ വസ്തുത ഒന്ന് തന്നെ. നിരവധി ജീവിത വ്യവസ്ഥകളുണ്ട്, നിരവധി മതങ്ങളുണ്ട്, നിരവധി സംസ്കാരങ്ങളുണ്ട്. അതിൽ നാം ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? കാര്യമായ വ്യവസ്ഥകളൊന്നുമില്ലാതെ എങ്ങനെയും ജീവിക്കാൻ വിട്ടേക്കുന്ന ഒരു സംസ്കാരമാണോ, അല്ലെങ്കിൽ അത്തരമൊരു ജീവിത രീതിയാണോ നാം ചൂസ് ചെയ്യുക? അതോ ഏറ്റവും കൂടുതൽ നിയമങ്ങളും വ്യവസ്ഥകളും വിധിവിലക്കുകളും ഒക്കെയുള്ള മതമാണോ, അല്ലെങ്കിൽ അത്തരമൊരു സംസ്കാരമാണോ, ജീവിത രീതിയാണോ നാം ചൂസ് ചെയ്യുക? പൊതുവെ പലർക്കുമുള്ള ഒരു ആക്ഷേപമാണ് ഇസ്ലാം എന്നാൽ വളരെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെയുള്ള മതമാണ്, അതൊട്ടും നമുക്ക് സഹിക്കില്ല, നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു, നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റാതെയാകുന്നു. ഇസ്ലാം മതത്തെ പോലെ നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളും മതവിധികളും, അതായത് വിധിവിലക്കുകളുടെ ഒരു നൂലാമാല തന്നെയുള്ള ഒരു മതം, അത്തരമൊരു ശക്തമായ മതം ഇസ്ലാം തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്ത് വിശ്വസിക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഇസ്ലാം വ്യവസ്ഥ വെക്കുന്നുണ്ട്. സഹജീവികളോട് എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ഇസ്ലാം വ്യവസ്ഥ വെക്കുന്നുണ്ട്. പ്രപഞ്ചത്തോടും പ്രകൃതിയോടും എങ്ങനെയാണ് നാം കൂറ് പുലർത്തേണ്ടതെന്ന് ഇസ്ലാം വ്യവസ്ഥ വെക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ പരമമായി ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ വിധിവിലക്കുകളും നിയമങ്ങളും തന്നെയാണ് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നിയമങ്ങളും വ്യവസ്ഥകളും വിധിവിലക്കുകളുമുള്ള ഒരു കലാലയം തിരഞ്ഞെടുക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലുള്ള ആരാധനകൾ, ഇസ്ലാമിലുള്ള വസ്ത്രധാരണയുടെ രീതികൾ, സമ്പത്ത് നേടുന്നതിലും അത് ചിലവഴിക്കുന്നതിലുമുള്ള ഇസ്ലാമിലെ കർശന വ്യവസ്ഥകൾ, പ്രകൃതിയോടും സഹജീവികളോടും നാം പുലർത്തേണ്ട മര്യാദകൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്ലാം, അത് നിങ്ങൾക്ക് ലോക നിലവാരമുള്ള ഒരു വിദ്യാലയത്തോട് വേണമെങ്കിൽ ഉപമിക്കാം. അതിന്റെ സിലബസ് ഒരുപക്ഷെ IB സിലബസ് ആയിരിക്കും, അല്ലെങ്കിൽ IGCSE സിലബസ് ആയിരിക്കും. മറ്റുള്ള ലോക്കൽ സിലബസുകളിൽ പഠിക്കുന്നവരെക്കാൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കൂടുതൽ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ സിലബസ് ലോക നിലവാരമുള്ളതാണെന്ന് തിരിച്ചറിയാത്തവർ മാത്രമാണ് നിങ്ങളെ വിമർശിക്കുക.